അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, അഞ്ജനം എന്നാൽ മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. അവർക്ക് അഞ്ജനവും അറിയില്ല, മഞ്ഞളും അറിയില്ല. പക്ഷേ ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് പറയുന്നതാണ്. ഇപ്പോൾ എന്താണ് ഞാനിങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം. മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിനെ കുറിച്ച് ABCD എന്താണെന്നറിയാത്ത ചില ആൾക്കാർ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിനെ വിമർശിക്കുന്നു. അവർക്ക് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. എങ്കിലും ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ഞാനും ഒന്ന് വിമർശിച്ചില്ലെങ്കിൽ മോശമല്ലേ എന്ന് കരുതി വിമർശിക്കുന്നതായിരിക്കും. എൻ്റെ ഒരു സുഹൃത്ത് ആലപ്പുഴക്കാരൻ ഷിബു ഒരു ദിവസം എന്നെ വിളിച്ച് കുറേയേറെ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, പിന്നെ ഈദാൻ ഗുണ്ടകളെ കൂട്ടി റിയാദ് ഇസ്ലാമിക് സെൻറ്റർ പിടിച്ചെടുക്കാൻ പോയി എന്ന്. അതിന് ശേഷം പിന്നെ പറയുന്നത് ഈദാൻ്റെ വാപ്പ കേരള ജമിയത്തുൽ ഉലമായിലെ അംഗമാണ്, ഈദാൻ വാപ്പായ്ക്കെതിരാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഈദാൻ്റെ വാപ്പ കേരള ജമിയത്തുൽ ഉലമ അംഗമാണെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആകെ കൺഫ്യൂഷനിലായി. കേരള ജമിയത്തുൽ ഉലമയിൽ ഒരു സൗദി പൗരൻ അംഗമായിട്ടുണ്ടാകുമോ? ഞാൻ 1-2 പേരോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു അംഗം ഇല്ല എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഞാൻ ഷിബുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഷിബു, ഈദാൻ്റെ വാപ്പ കേരള ജമിയത്തുൽ ഉലമ അംഗമാണെന്ന് പറഞ്ഞ് അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പം ഈദാൻ്റെ അല്ല, അബൂ ഇസാൻ്റെ വാപ്പയാണ് കേരള ജമിയത്തുൽ ഉലമ അംഗം എന്ന് പറഞ്ഞു. അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതെനിക്കറിയാം, നേരത്തെ അറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അബൂ ഇസാൻ്റെ വാപ്പ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞ്. അന്നേരം മഞ്ചേരി വെച്ച് പറഞ്ഞല്ലോ എൻ്റെ മോനാണ് ഇങ്ങനെയെന്ന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈദാനെയും അറിയില്ല, അബൂ ഇസാനെയും അറിയില്ല, മഞ്ചേരി വെച്ച് പറഞ്ഞ ആരാണെന്നും അറിയില്ല, പറഞ്ഞ ആളുടെ മോൻ ആരാണെന്നും അറിയില്ല, ഒന്നും അറിയില്ല. എല്ലാം മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ തലയിലേക്ക് വെക്കാം, മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാം എന്ന ഒരു ദുഷിച്ച ചിന്ത എന്ന് തന്നെ അതിന് പറയാം. ഇപ്പോൾ വീണ്ടും മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിനെ ഇകഴ്ത്താൻ വേണ്ടിയുള്ള പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ വിട്ടിരിക്കുന്നു. അതുകൊണ്ട് സ്നേഹത്തോടെ ഷിബുവിനോട് പറയുന്നു, ആദ്യം ഷിബു ഒന്ന് മനസ്സിലാക്കുക, മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം എന്താണെന്നും മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ പ്രവർത്തനം എന്താണെന്നും ഒന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഏതെങ്കിലും അബ്ദുൽ നാസർ എന്ന് പറയുന്ന അല്ലെങ്കിൽ മടവൂരി ചാരന്മാർ, മടവൂരിസത്തിൽ നിന്നും ഇസ്ലാമിക് പ്രസ്ഥാനത്തിലേക്ക് വന്ന ചില ആൾക്കാരുണ്ട്, അവരുടെ വാക്ക് കേട്ടിട്ട് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിനെ വിമർശിക്കാൻ വരരുത്. മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം വിരലിൽ എണ്ണാവുന്ന ആളുകൾ തുടങ്ങിയ ഒരു പദ്ധതിയാണ്, മനസ്സിലായ? അതിന് ആളും പേരും അനക്കവും ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അബ്ദുൾ റഹ്മാൻ സലഫി ഖുറാഫികളുടെ റൂമിൽ പോയി കുടുങ്ങി, മൈക്ക് കിട്ടാതെ കുടുങ്ങി. ഖാദർ ഹാജിയും അബ്ദുറഹ്മാൻ സലഫിയും ഉറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് അവർ ആക്ഷേപിക്കാവുന്നതിൻ്റെ പരമാവധി ആക്ഷേപിച്ചു. ആ ഒരു ആക്ഷേപം കേട്ടിട്ട് അബ്ദുറഹ്മാൻ സലഫിയെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ കൊണ്ടുവന്ന് അതിന് മറുപടി പറയിച്ചു ഞങ്ങൾ. അങ്ങനെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ അബ്ദുറഹ്മാൻ സലഫി വന്നപ്പോൾ എവിടെയും പിടിച്ചടക്കണം എന്നുള്ള മോഹവും വ്യാമോഹവുമായിട്ട് നടക്കുന്ന അബ്ദുറഹ്മാൻ സലഫിക്ക് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം കൈപ്പിടിയിൽ ഒതുക്കണം എന്നൊരു വ്യാമോഹം ഉണ്ടായി. അത് ഞങ്ങൾ വിട്ടുകൊടുത്തില്ല, മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം വിട്ടുകൊടുത്തില്ല. ഇനിയും ഒരാൾക്കും മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം വിട്ടുകൊടുക്കുകയില്ല, ഒരു കോക്കസിനും വിട്ടുകൊടുക്കുകയില്ല. ആരൊക്കെ വിമർശിച്ചാലും മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം ഒരു കോക്കസിനും വിട്ടുകൊടുക്കുകയില്ല. ഇനി അബ്ദുറഹ്മാൻ സലഫി സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫി വിമർശിച്ചാലും ഒരു കുഴപ്പമില്ല, മനസ്സിലായ? ഷിബു അത് മനസ്സിലാക്കണം. മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം അതിൻ്റെ തനതായ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകും. അത് വിട്ട് കിട്ടുമെന്ന് കരുതി അല്ലെങ്കിൽ അതിനെ കവച്ച് വെക്കാമെന്ന് കരുതി വേറെ റൂം ഉണ്ടാക്കി അത് ഇനി ആ റൂമിൽ 10,000 ആൾ വരികയും മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ 10 പേരെ ഉള്ളതെങ്കിലും മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം ഇൻഷാ അല്ലാഹ് പ്രവർത്തിക്കും. അല്ലാതെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കും എന്ന് ആരും കരുതണ്ട. 10 പേരെ ഉള്ളെങ്കിലും മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം പ്രവർത്തിക്കും, മനസ്സിലായ? പിന്നെ ഷിബു എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, പല്ലുകുത്തി മണപ്പിക്കരുതെന്ന്. അത് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട ആരോടാണെന്നറിയാവോ? സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫിയോടാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. സംയുക്ത കൗൺസിൽ റെക്കോർഡ് ചെയ്യുകയും അത് മടവൂരി ചാരന്മാർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തത് ആരാണ്? മടവൂരികൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്ത ജൂതചാരന്മാരിൽപ്പെട്ട ഒരാളാണ് അയാൾ. അല്ലെങ്കിൽ അത് എങ്ങനെ എത്തി മടവൂരികളുടെ കയ്യിൽ? സംയുക്ത കൗൺസിലിൻ്റെ CD എങ്ങനെ എത്തിയെന്നുള്ള ഉറവിടം ഒന്ന് അന്വേഷിക്കുക ഷിബു, ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടി. എന്നിട്ട് പറ പല്ലുകുത്തി മണപ്പിക്കരുതെന്ന് പറഞ്ഞു കൊടുക്ക് അബ്ദുറഹ്മാനോട്, പല്ലുകുത്തി മണപ്പിക്കരുതെന്ന്. വെറുതെ ഒന്നും പറയിക്കരുത് ഷിബു, വെറുതെ പറയിപ്പിക്കരുതും. ഒരുപാടുണ്ട് പറയാൻ. വിവരമില്ലെങ്കിൽ വിവരമില്ലാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കരുതും.
ഷിബുവിന് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിനെ കുറിച്ച് ABCD അറിയാമെങ്കിൽ അബൂസാന്റെ വാപ്പ ജമിയത്തുൽ ഉലമ അംഗമെന്ന് പറയുകയില്ല. അബൂസാന്റെ വാപ്പ മരിച്ചുപോയി. എന്നിട്ട് ഷിബു മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിനെ വിമർശിക്കാൻ നടക്കുന്ന എന്തിനാണ്? അബ്ദുറഹ്മാൻ സലഫിയുടെ കോക്കസ് ആയതുകൊണ്ട് തന്നെയാണ്. മനസ്സിലായ? ആദ്യം അത് മനസ്സിലാക്ക്. മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം എന്താണെന്നും മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമും അബ്ദുറഹ്മാൻ സലഫിയും കൂടെ ഉണ്ടായിരുന്ന ബന്ധം എന്താണെന്നും ഇപ്പോൾ അബ്ദുറഹ്മാൻ സലഫി മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിനെ വിമർശിക്കുന്ന കാരണം എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കണം. എന്നാലേ മനസ്സിലാവുള്ളൂ. ഇപ്പം പിടിച്ചടക്കാൻ പറ്റാത്ത ഒരേ ഒരു മേഖല, അബ്ദുറഹ്മാൻ സലഫിയുടെ കോക്കസിന് പിടിച്ചടക്കാൻ കഴിയാത്ത ഒരേ ഒരു മേഖല, സക്കരിയ സലാഹിയെയും മുജാഹിദ് ബാലുശ്ശേരിയെയും എല്ലാവർക്കും വിലക്ക് കൽപ്പിച്ചിട്ടും അബ്ദുറഹ്മാന്റെ തലയ്ക്ക് മീതെ തൂങ്ങിയ ഒരു വാളാണ് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം. ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാളോളം സകല ഫിത്നയുടെയും തലയ്ക്ക് മീതെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന് പറയുന്ന വാളുണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.